അങ്ങനെ 2026 ഞാനും ഒരു ചലഞ്ച് എടുത്തു. ഇനി കുടിയുമില്ല വലിയുമില്ല. അത് മറ്റുള്ളവർ പറയുന്ന കണക്കല്ല, ഇത് രാജുവിന്റെ വാക്കാണ്. രാജു പറഞ്ഞതാ. എല്ലാവരും യാത്ര പറഞ്ഞ് സുന്ദരനായിട്ട് ഡ്യൂട്ടിക്ക് പോവുകയാണ്. പതിവ് പോലെ എന്നും ഡ്യൂട്ടി കഴിഞ്ഞ് ഒത്തുകൂടാറുള്ള സ്ഥലത്ത് ഒത്തുകൂടി. പക്ഷെ ഞാൻ കള്ളൊന്നും കുടിച്ചില്ല. അവരെന്നെ ഒരുപാട് നിർബന്ധിച്ചു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ മക്കൾക്ക് മേടിച്ചിട്ട് പലഹാരപ്പൊതിയുമായി വീട്ടിലേക്ക് മടങ്ങി. വീട്ടിൽ അത് എൻ്റെ മക്കൾക്ക് കൊടുത്തു. വീട്ടിലെല്ലാവരും സന്തോഷ സമാധാനമായിട്ടിരിക്കുന്നു. ആഴ്ചകൾ കടന്നുപോയി. ഞങ്ങളെന്നും കമ്പനി കൂടാറുണ്ട്. പക്ഷെ എന്നെ അവർ ഒരുപാട് നിർബന്ധിക്കാറുണ്ട് കള്ളു കുടിക്കാൻ. ഞാൻ കടിക്കാറില്ല. അന്നൊരു ദിവസം അവർ ബിയർ കൊണ്ട് തന്നു. ബിയർ കഴിക്കുന്നതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ബിയർ വളരെ നിർബന്ധിച്ച് കഴിച്ചു. പിന്നെ ഒരു ബിയറായി, 2 ബിയറായി. പിന്നെ അങ്ങനെ ബിയർ അടിച്ച് തരിപ്പ് കയറിയ ഞാൻ അങ്ങ് ലിക്കറിലോട്ട് കയറി. ലിക്കർ അടിച്ച് ഇപ്പം ഞാൻ ആ പഴയ ഞാനായി. എല്ലാരെയും ഏറെക്കുറെയൊക്കെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് കേട്ടാ. നമ്മളൊക്കെ പല ശപഥവും എടുക്കും. ജനുവരി പകുതി ആകുമ്പോഴത്തേക്കും ശപഥം അങ്ങ് കഴിയും. അപ്പോൾ ഇനി അടുത്ത ശപഥം അടുത്ത വർഷം.